celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. സെനറ്റർ കെവിൻ തോമസിന്റെ നേതൃത്വത്തിൽ മലയാളി പൈതൃകാഘോഷം ന്യൂയോർക്ക് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ അരങ്ങേറിയത് അത്യന്തം ഹൃദയഹാരിയായി. സെനറ്റ് സെഷന് തുടക്കം കുറിച്ച മാർത്തോമാ സഭ ഭദ്രാസനാധിപൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ മലയാളത്തിലും തുടർന്ന് ഇംഗ്ലീഷിലും പ്രാർത്ഥന ചൊല്ലി. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നു ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവിടുത്തെ സൃഷ്ടിയായ ഈ ഭൂമിക്കായും ഈ രാജ്യത്തിനായും ന്യൂയോർക്ക് സ്റ്റേറ്റിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിക്കുന്ന സകലത്തിനെയും അങ്ങിൽ അർപ്പിക്കുന്നു. മലയാളി പൈതൃക ആഘോഷിക്കുമ്പോൾ കേരള സംസ്ഥാനത്തിനായും അവിടെ നിന്ന് ഈ രാജ്യത്ത് വന്ന് താമസിക്കുന്നവർക്കായും സകല മനുഷ്യർക്കായും പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ വൈവിധ്യത്തിനായും സമാധാനത്തിനായും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, ഭരണകർത്താക്കൾക്കും നേതാക്കൾക്കും ജ്ഞാനവും വിവേകവും നൽകണമേ. മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. ഈ വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ അദ്ദേഹം നന്ദി പറഞ്ഞു. അതിനു വഴിയൊരുക്കിയ സെനറ്റർ കെവിൻ തോമസിനും നന്ദി പറഞ്ഞു. തുടർന്ന് പൈതൃകാഘോഷങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം സെനറ്റർ കെവിൻ തോമസ് അവതരിപ്പിച്ചത് സെനറ്റ് പാസാക്കി. സെനറ്റർമാരായ ഷെല്ലി മേയർ, ജോൺ ബ്ലൂ തുടങ്ങിയവരും മലയാളി സമൂഹത്തെ പ്രശംസിക്കുകയും പ്രമേയത്തെ അംഗീകരിച്ച് സംസാരിക്കുകയും ചെയ്തു. ഏകകണ്ഠമായി പാസായ പ്രമേയം പിന്നീട് അസംബ്ലിയിൽ അസംബ്ലിമാൻ കെൻ സെബ്രോസ്കി, ജെന്നിഫർ രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച് പാസാക്കി. കേരളത്തിന്റെ ലഘു ചരിത്രം കെവിൻ തോമസ് ചൂണ്ടിക്കാട്ടി. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും വന്നതും മറ്റും അദ്ദേഹം അനുസ്മരിച്ചു. കായലും നദികളും പച്ചപ്പും നിറഞ്ഞ കേരളത്തിന്റെ സൗന്ദര്യവും അദ്ദേഹം എടുത്തുകാട്ടി. കേരളത്തിൽ നിന്ന് വന്നവർ അമേരിക്കയിൽ വിവിധ രംഗങ്ങളിൽ നടത്തുന്ന സേവനങ്ങളും ഈ രാജ്യത്തിന് ചെയ്യുന്ന സംഭാവനകളും അദ്ദേഹം വിവരിച്ചു. നേരത്തെ പ്രത്യേക വേദിയിൽ പൈതൃകാഘോഷം നടന്നു. മാർ പൗലോസ് എപ്പിസ്കോപ്പ ആമുഖ പ്രസംഗം നടത്തുകയും ഭക്ഷണം ആശീർവദിക്കുകയും ചെയ്തു. സേവന സംഘടനാ രംഗത്ത് ശ്രദ്ധേയരായ അജിത് കൊച്ചൂസ്, ബിജു ചാക്കോ എന്നിവരായിരുന്നു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. നാസ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ ഡയറക്ടർ കൂടിയാണ് അജിത് കൊച്ചൂസ്. 6 വർഷത്തിനു ശേഷം സെനറ്റർ കെവിൻ തോമസ് വിരമിക്കുകയാണെന്നതിൽ ഏവരും ഖേദം പ്രകടിപ്പിച്ചു. മറ്റൊരു ഉയർന്ന തസ്തികയിൽ അദ്ദേഹം എത്തുമെങ്കിലും മലയാളി സമൂഹത്തിന് ഒരു സെനറ്റർ ഇല്ലാതാവുകയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇനിയൊരു മലയാളി അടുത്ത കാലത്തൊന്നും സെനറ്ററാകാനുള്ള സാധ്യതയും കാണുന്നില്ലെന്നതും സമൂഹത്തെ ആകെ അലട്ടുന്നു. ഇത്തരമൊരു ആഘോഷം ഒരു മലയാളി സെനറ്ററുടെ കീഴിൽ ഉടനെയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും രാഷ്ട്രീയ രംഗത്ത് നാം കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് സമ്മേളനം നൽകിയത്. വൈദികർ, റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ, ഫൊക്കാന നേതാവ് ലീല മാരേട്ട്, ഫോമ നേതാവ് PT തോമസ്, ഷൈമി ജേക്കബ്, ക്വീൻസ് രാഷ്ട്രീയ രംഗത്ത് സജീവമായ കോശി തോമസ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻ ഓഫ് നോർത്ത് അമേരിക്ക പ്രസിഡന്റ് കോശി ജോർജ് തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു. ചടങ്ങുകൾ ഭംഗിയാക്കിയ സെനറ്ററുടെ ഓഫീസിലെ സ്റ്റാഫ് ഡോണക്കും അജിത് കൊച്ചൂസിനും ഏവരും പ്രത്യേകം നന്ദി പറഞ്ഞു. ലെജിസ്ലേച്ചർ ബിൽഡിംഗ് ടൂറും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.